നമസ്തേ. സർപ്പം തുള്ളൽ ഗൃഹത്തിലും നാട്ടിലും ഉണ്ടാകുന്ന പല ദൗർഭാഗ്യങ്ങൾക്കും രോഗങ്ങൾക്കും സർപ്പദേവതയുടെ കോപമാണെന്ന് കരുതി അതിനു പ്രതിവിധിയായി നടത്തുന്ന അനുഷ്ഠാനമാണ് സർപ്പം തുള്ളൽ. സർപ്പപ്പാട്ട്, പാമ്പിൻകുളം, നാഗപ്പാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സർപ്പകോപത്തിനു പ്രതിവിധിയായും ഐശ്വര്യം കൈവരുത്തുന്നതിനുമായി സർപ്പക്കാവുകളിൽ വെച്ച് നാഗക്കളവും പാട്ടും നടത്തുന്നു. ഭൂമിയുടെ അധിപരായ നാഗങ്ങളെ പ്രസാദിപ്പിക്കാൻ പല തറവാടുകളിലും സർപ്പം തുള്ളൽ വഴിപാടായി നടത്താറുണ്ട്. കന്നി, തുലാം, കുംഭം, മേടം തുടങ്ങിയ മാസങ്ങളിലാണ് സർപ്പം തുള്ളൽ നടത്തുന്നത്. സർപ്പം തുള്ളലിന് കാർമ്മികത്വം വഹിക്കുന്നത് പരമ്പരാഗതമായി പുള്ളുവർ സമുദായമാണ്. നാഗക്കളം എഴുതുന്നതിന് മുമ്പ് കളം കുറിക്കുക എന്നൊരു ചടങ്ങുണ്ട്. 7 ദിവസത്തിനു മുമ്പ് കളത്തിനു വേണ്ട സാധന സാമഗ്രികളുടെ ചാർത്ത് കുറിക്കുന്നു. വീട്ടുമുറ്റത്തോ സർപ്പക്കാവിലോ ഇട്ട പന്തലിൽ പാലക്കൊമ്പ്, കുലവാഴ എന്നിവ കൊണ്ട് അലങ്കരിക്കും. ത്രിസന്ധ്യ കഴിഞ്ഞാൽ പന്തലിന്റെ കന്നിമുലയിൽ ഗണപതി പൂജ നടത്തുന്നു. അതിനുശേഷമാണ് കളമെഴുത്ത് തുടങ്ങുന്നത്. മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, കരിപ്പൊടി, പാകപ്പൊടി എന്നിവയാണ് കളമെഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. കണ്ണൻ ചിരട്ടയിൽ പൊടി നിറച്ച ശേഷം നിലത്ത് തട്ടിത്തട്ടിയാണ് കളം വരയ്ക്കുന്നത്. പ്രഭാതത്തിൽ തുടങ്ങുന്ന കളമെഴുത്ത് ഉച്ചയാകുന്നതോടെ പൂർത്തിയാകും. 7:30 വെളുപ്പിന് മുൻപ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കണം എന്നാണ് പ്രമാണം. രാഹുകാലത്ത് ചടങ്ങുകൾ ആരംഭിക്കാറില്ല. ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന 2 നാഗങ്ങളെയാണ് ചെറുതായ കളത്തിൽ ചിത്രീകരിക്കുന്നത്. സർപ്പങ്ങളുടെ ഉടൽ ആദ്യവും വാല് അവസാനവുമാണ് എഴുതാറ്. നാഗപണം കിഴക്ക് വരുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. സർപ്പം തുള്ളൽ നടത്തുന്ന തറവാട്ടുകളിൽ അവിടുത്തെ മുതിർന്ന സ്ത്രീ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ഇവരെ സഹായിക്കാൻ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടാകും. കാപ്പും കന്യാവും എന്നാണ് ഇവരെ വിളിക്കുന്നത്. സാധാരണയായി 12 വയസ്സിന് താഴെയുള്ള ബാലികാ ബാലന്മാരെയാണ് ഇതിന് തിരഞ്ഞെടുക്കുന്നത്. 9 ദിവസത്തെ വ്രതം എടുത്തു വേണം കർമ്മത്തിന് തയ്യാറാവാൻ. കയ്യിൽ മഞ്ഞൾ കഷ്ണം ചേർത്ത ചരട് കെട്ടുന്നതോടെ കാപ്പും കന്യാവും കർമ്മികളാവുന്നു. പട്ടും മഞ്ഞളും ചാർത്തിയ വിളക്കിന് മുന്നിൽ നാഗങ്ങൾക്ക് 100 പാലും നൽകുന്നു. പുള്ളുവൻ പാട്ട് ആരംഭിക്കുമ്പോൾ കവുങ്ങിൻ പൂക്കുല കയ്യിൽ തിരുകി കാപ്പും കന്യാവും കളത്തിലിരിക്കും. കളമെഴുതി ആവാഹിച്ചു സർപ്പങ്ങൾ പ്രവേശിക്കുന്നതോടെ ഇവർ കലി കയറി പൂക്കുല കുലുക്കി പുള്ളുവൻ പാട്ടിനൊത്തു തുള്ളും. തറവാട്ടിലെ കന്യകമാരും ഇതിൽ പങ്കുചേരും. പാട്ടിന്റെ ദുരിതാവസ്ഥയിൽ കന്യകമാർ നാഗങ്ങളായി ആടി കളം മായ്ക്കുന്നു. ഇതോടുകൂടി കളമെഴുത്തു പാട്ടും അവസാനിക്കുന്നു. പാട്ടിനൊത്ത് കളം മായ്ക്കാതിരുന്നാൽ പൂജ ഫലിച്ചിട്ടില്ലെന്നാണ് വിശ്വാസം. അപ്പോൾ വീണ്ടും ചടങ്ങുകൾ ആവർത്തിക്കുന്നു.